ഞാനിപ്പോ എന്തിനാ കരയുന്നത്? ഏതിന് അവൻ അവർക്ക് സഹായം ചെയ്തു കൊടുത്തിട്ട് അവൻ കോൺട്രാക്ട് ചെയ്യാതെ തന്നെ തിരിച്ച് വീട്ടിലേക്ക് അങ്ങ് പോകും. എനിക്കറിയാം അത് വിയർപ്പായിരിക്കും, കാരണം എന്റെ കണ്ണിൽ നിന്ന് ഇതുവരെ കണ്ണീര് വന്നിട്ടേ ഇല്ല. ദിസ് ഈസ് ഇമ്പോസിബിൾ. ഏതിന് അവൻ സ്വയം അവനെ സമാനപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതിനുശേഷം അവനും ഡോഹിയെ കാണാൻ വേണ്ടി പോകുമ്പോഴാണ് ഇവനെ കണ്ടിട്ട് അവളും എന്തുവായി നീ പുതിയ ആളിനോട് കോൺട്രാക്ട് ചെയ്തോ? ഏതിന് ഇവള് വയ്ക്കുമ്പോഴാണ് അവനും ഇന്നെനിക്ക് ലക്കില്ലെന്നാ തോന്നുന്നത്. ഏതിന് അവൻ പറയുമ്പം അവൾ അടുത്തേക്ക് വന്നിട്ട് എങ്കിൽ പിന്നെ ജിയോങ് നമുക്ക് ആദ്യം ആ കില്ലറിന്റെ പുറകെയുള്ളത് ആരാന്ന് കണ്ടെത്താം. ഏതിന് ഇവൾ തന്നെ ആ ടോപ്പിക് എടുക്കുമ്പോഴാണ് അവനെ സന്തോഷെത്തി ഓ ഡോഹി നീ വീണ്ടും പഴയതോലായി പോയല്ലേ, എങ്കിൽ പിന്നെ നമുക്ക് ആദ്യം എവിടെ നിന്ന് തുടങ്ങണം? നമ്മൾ ഇന്നലെ അവിടെ ട്രിപ്പിന് പോയ കാര്യം ആകെ അറിയാവുന്നത് ആ സിയോക്കിനും എന്റെ അസിസ്റ്റന്റ് പാർക്കിനും യങ്സിക്ക് മാത്രമാണ്. അതുകൊണ്ട് ആദ്യം ഇവരും കൂടെ നമ്മൾ ഫോക്കസ് ചെയ്യണം. ഏതിന് അവർ രണ്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് സെക്രട്ടറി വന്നിട്ട് വീട്ടിലേക്ക് പോകാൻ പറയും. അപ്പരാണ് ഇവരെ കണ്ടിട്ട് അവനും ഡോഹി ഞാൻ എങ്ങനെ ഇവര് മറന്നുപോയ? എനിക്ക് ആദ്യം തൊട്ട് ഈ ലേഡിയോട് സംശയമുണ്ട്, ഇനി ആ കില്ലറിന്റെ പുറകെ ഇവരെല്ലാം കാണുമോ? ഏതിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവളും അതിനൊന്നും സാധ്യതയില്ല. ഏതിന് അവളും നോക്കുമ്പോ തന്നെ സെക്രട്ടറി ഡോഹിയെ കണ്ട് പേടിച്ച് നൈസിന് അവിടെ നിന്ന് പോകും. ഇത് കണ്ട് ഇവൾക്ക് ചെറിയ ഡൗട്ട് ആകുമ്പോഴാണ് ജിയോങ് അന്ന് രാത്രി അവരെവിടെ പോന്നോ അതേപടി ഫോളോ ചെയ്തിട്ട് ഇവര് കാറി പോകും. അപ്പരാണ് ഇവളും ജിയോങ് നീ വിചാരിക്കുന്ന പോലെ അവരൊന്നും അങ്ങനെ ചെയ്യത്തില്ല, എനിക്ക് പണ്ടോട്ടെ അവരറിയാം. ഏതിന് ഇവൾ പറയുമ്പോഴാണ് അവനും ഡോഹി നമുക്ക് ആരും വിശ്വസിക്കാൻ ഒക്കത്തില്ല. ഏതിന്റെ അവരുടെ ഒരു വാച്ച് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് സെക്രട്ടറി ഷിന്നും വേറെ ഏതൊരു വ്യക്തിയായിട്ട് അടുത്തിരുന്ന് സംസാരിച്ചോണ്ടിരിക്കും. ഇത് കണ്ട് ഇവൾ ഷോക്കായി നീ പറഞ്ഞ സത്യമാണോ? അല്ല അങ്ങനെ ആയിരിക്കത്തില്ല, പിന്നെ ആരോട് അവർ സംസാരിക്കുന്നത്? വേറെ അറിയാവുന്ന ആരെയിലൊക്കെ ആയിരിക്കും. ഏതിന് ഇവള് തന്നെ ടെൻഷൻ ആകുമ്പോഴാണ് അവൻ ഇവളെ പുറത്തേക്ക് വിളിച്ചോണ്ടായിട്ട് നമുക്ക് നേരിട്ട് തന്നെ നോക്കാം, എന്തെങ്കിലും എവിഡൻസ് ആയിരിക്കും അവർ ഷെയർ ചെയ്യുന്നത്. ഏതിന്റെ ക്യാമറ ഒക്കെ റെഡിയാക്കി ഇവരടുത്തേക്ക് ചെല്ലുമ്പോഴാണ് പെട്ടെന്ന് സെക്രട്ടറി ഷിന്നും ആ വ്യക്തി ഇങ്ങനെ കിസ് ചെയ്യുന്നത്. ഇതോടെ ഇവരുടെ ഷോക്കാകുമ്പോൾ ജിയോങ്ങും പെട്ടെന്ന് പാർക്ക് വിളിക്കും, കാരണം സെക്രട്ടറി അടുത്തിരുന്നത് ഇവന്റെ അസിസ്റ്റന്റ് പാർക്കാണ്. അതിനുശേഷം ഇവരെല്ലാരും കൂടെ കാറി ചെന്ന് സംസാരിക്കും. എടാ നിങ്ങളെപ്പോ തൊട്ടാ ലവേഴ്സ് ആയ? ഏതിനെ ജിയോങ് ചോദിക്കുമ്പോഴാണ് അവൻ അവരുടെ ലവ് സ്റ്റോറി ഇങ്ങനെ ഫ്ലാഷ് ബാക്ക് ആയിട്ട് പറയും. അന്ന് ജിയോങ് ഇവനെ ഫോൺ വിളിച്ച് സെക്രട്ടറി വീട്ടിൽ കൊണ്ടാക്കാൻ പറഞ്ഞ ദിവസം ഇവരുടെ സെറ്റായി കാണും. അങ്ങനെ അതൊക്കെ അവൻ ഷൈ ആയിട്ട് പറയുമ്പോഴാണ് ഇത് കേട്ട് ജിയോങ് സഹിക്കാൻ പറ്റാതെ എന്തൊക്കെ കാണണം ഞാൻ. ഏതിന്റെ അവനും ഡോഹിയും കൂടെ പരസ്പരം സംസാരിച്ചോണ്ടിരിക്കും. അപ്പരാണ് സെക്രട്ടറിയും അതിരിക്കട്ടെ നിങ്ങൾ എന്തിനാ എന്നെ ഫോളോ ചെയ്ത് കാറി വന്നേ? നിങ്ങൾ വിചാരിച്ച പവർ യൂസ് ചെയ്ത് തന്നെ ഇവിടേക്ക് വരായിരുന്നല്ല. എന്തിനെ സെക്രട്ടറി പറഞ്ഞോടെ അവമത്തി ഷോക്കായി നിങ്ങൾക്ക് എങ്ങനെ അറിയാം എനിക്ക് പവറുള്ള കാര്യം? എടാ പാർക്ക് നീ എല്ലാം തുറന്നറിഞ്ഞോടാ. ഏതിന് അവൻ ദേഷ്യപ്പെടുമ്പോഴാണ് പാർക്കും ബോസ് ലവേഴ്സിന്റെ ഇടയിൽ കള്ളങ്ങൾ പാടില്ല. ഏതിന് അവന് റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കും. അതിനെ ശിവരൊന്നും ആ കില്ലറിന്റെ പുറകെ കാണത്തില്ലെന്ന് മനസ്സിലാക്കി അവരെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇവരും തിരിച്ച് വീട്ടിലേക്ക് അങ്ങ് പോകും. അങ്ങനെ കിടക്കുന്നതിന് മുമ്പ് ജിയാങ് റൊമാൻറ്റിക് ആയിട്ട് അവളുടെ അടുത്തേക്ക് വരുമ്പോഴാണ് അവൾ ഇവനെ കണ്ടിട്ട് എന്തോ പ്രാന്ത് പിടിച്ചോന്ന് ചോദിക്കും. അപ്പരാണ് അവനും ചിരിച്ചോണ്ട് യെസ് എനിക്ക് പ്രാന്ത് പിടിച്ച്, അത് നിന്നോട്. എന്നിട്ട് അവന് അവളെ ചെന്ന് ഹഗ് ചെയ്യും. അതിനുശേഷം ഇവർ രണ്ടുപേരും കിടന്നുറങ്ങുമ്പോഴാണ് ജിയോങ്ങിന് എപ്പോഴും വരുന്ന പോലെ ആ മനുഷ്യന്റെ സ്വപ്നം വീണ്ടും വരുന്നത്. ഈ തവണ അവൻ ആ പെണ്ണിന്റെ അടുത്തേക്ക് ചെന്ന് ഒരു മാല ഇട്ട് കൊടുക്കും. ഞാൻ എന്നെ മറന്നാലും ഒരിക്കലും നിന്നെ മറക്കല്ല്. എന്നിട്ട് അവൻ പറയുന്ന പോലെയൊക്കെ അവന് സ്വപ്നം വരും. അതോടെ അവന് വീണ്ടും സംശയമായി ഈ സ്വപ്നമൊക്കെ വീണ്ടും എന്തിനാ വരുന്നതെന്ന് അറിയാൻ വേണ്ടി ദൈവത്തിനെ കാണാൻ വേണ്ടി പോകും. നിങ്ങൾ ഇതുവരെ എഴുന്നേറ്റില്ല, പക്ഷെ എനിക്കൊരു സംശയമുണ്ട്. എനിക്കിപ്പോ എന്റെ പവർസ് ഒക്കെ തിരിച്ചു കിട്ടി, ഞാൻ പഴയതുപോലെ ഡീമൺ ആയില്ലേ, പിന്നെന്തിനാ മനുഷ്യന്റെ സ്വപ്നം എനിക്ക് വീണ്ടും വീണ്ടും തന്നെ വരുന്നത്? എന്നിട്ട് ഇവൻ ചോദിക്കുമ്പോഴാണ് അവരും നീ ഡീമൺ ആയാലും നിന്റെ മനുഷ്യന്റെ ഇമോഷൻസ് ഒക്കെ ഇപ്പോഴും നിന്റെ ഉള്ളിൽ കാണുമായിരിക്കും, അതുകൊണ്ടായിരിക്കും നിനക്ക് ആ ഓർമ്മ വരുന്നത്. ഏതിന് അവർ പറയുമ്പോഴാണ് അവനും അതിനൊന്നും സാധ്യതയില്ല, എനിക്കൊന്നും മനുഷ്യന്റെ ഇമോഷൻസ് ഒന്നുമില്ല, പോരാതെ ഞാൻ ഫുള്ളായിട്ട് ഡീമണായി. എന്നാൽ ആ പെണ്ണിന്റെ ഫേസ് മാത്രം എന്താ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്ത? അത് ആരാന്ന് അറിഞ്ഞായിരുന്നു കൊള്ളായിരുന്നു. എന്നിട്ട് ഇവൻ പറയുമ്പോഴാണ് അവരും നിനക്ക് ആ പെണ്ണിന്റെ ഫേസ് കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിനക്കത് ഒത്തിരി വേദനയുള്ള സാഹചര്യമായിരിക്കും, അതുകൊണ്ടായിരിക്കും അതെല്ലാം മറക്കാൻ വേണ്ടി നീ പ്രാർത്ഥിച്ച. എന്നിട്ട് ഇവരും പറയുമ്പോൾ ഇവൻ എന്തേലൊക്കെ ആയിട്ടെന്ന് അറിഞ്ഞ് മൈൻഡ് ചെയ്യാതെ പോകും. അപ്പോഴാണ് അവരകത്തിരുന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്ര ജന്മം എടുത്താലും കാണേണ്ടവര് കണ്ടിരിക്കും, അതാണ് വിധി. ഏതിന് അവര് പറയുന്ന ഇവന് മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇപ്പൊ ഡൊക്യോങ്ങിന്റെ അച്ഛനും ഡോഹിയെ കാണാൻ വേണ്ടി കമ്പനിയിലേക്ക് വരും. അപ്പോഴാണ് ഇയാളെ കണ്ട് അവള് ഷോക്കായിരിക്കുമ്പോൾ അദ്ദേഹം വന്നത് ബിസിനസ്സുകാരിയായിട്ടാ. അങ്ങനെ ഇനി തൊട്ട് പഴയ ദേഷ്യമെല്ലാം മറന്നിട്ട് ഇവരുടെ ഒരുമിച്ച് വർക്ക് ചെയ്യാന്ന് പറയും. അതിനുശേഷം അവൾക്ക് ഗിഫ്റ്റായിട്ട് മാഡം ജോയുടെ റൂമിൽ ഇരുന്ന് അവരും അവളുടെ പാരന്റ്സും കൂടെ എടുത്ത് ഒരു പഴയ ഫോട്ടോ കൊടുത്തിട്ട് പോകും. അതിനുശേഷം ഡൊക്യോങ്ങിന്റെ അച്ഛൻ അവിടെ ഇറങ്ങുമ്പോഴാണ് കറക്റ്റ് അതേസമയം അവിടേക്ക് ജിയോങ് വന്നിട്ട് ഡോഹി ഒരു ഗസ്റ്റ് ഉണ്ടല്ലോ ഇവിടെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏതിന് അവൻ അടുത്തേക്ക് നിൽക്കും. അപ്പോഴാണ് ഡൊക്യോങ്ങിന്റെ അച്ഛൻ ഇവനെ കണ്ടിട്ട് എന്തായാലും നീ ഇനി തൊട്ട് ഞങ്ങളുടെ ഫാമിലി അല്ലേ, പക്ഷെ നിന്നെ എങ്ങനെ വിളിക്കണമെന്ന് അറിയത്തില്ലല്ലേ. ഏതിനെ ഡൊക്യോങ്ങിന്റെ അച്ഛൻ ചോദിക്കുമ്പോഴാണ് അവനും ചിരിച്ചോണ്ട് അതിനിപ്പോ എന്തുവാ, എന്നെ സ്വീറ്റ് ആയിട്ട് അളിയാന്ന് വിളിച്ചാൽ മതി. ഏതിന് ഇവനും പറയുമ്പോഴാണ് അയാൾ ഇവന്റെ കൈ പിടിച്ച് മാറ്റിയിട്ടിട്ട് എങ്കിൽ പിന്നെ പോവാന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങും. ഇതൊക്കെ കണ്ട് ഡോഹിയും ചിരിക്കുമ്പോഴാണ് ഡൊക്യോങ്ങിന്റെ അച്ഛനെ പുറത്തേക്ക് ചെന്നിട്ട് ആലോചിച്ച് നോക്കും. അവന്റെ കൈ പിടിച്ച് മാറ്റിയപ്പം വീണ്ടും ടാറ്റു അവന്റെ അടുത്തേക്ക് വന്നത്. അതോടെ പവർസ് എല്ലാം തിരിച്ചിട്ടിയെന്ന് ഡൊക്യോങ്ങിന്റെ അച്ഛനെ മനസ്സിലായി. എന്നിട്ട് ഇപ്പൊ ഡോഹിയും ആ ഫോട്ടോ കണ്ട് ഫീൽ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ജിയോങ് വരുന്നത്. അപ്പോഴാണ് ഇവൾ അവനോട് ജിയോങ് ഇതാ എന്റെ ഫാമിലി, എന്റെ ബർത്ത്ഡേക്ക് എന്റെ പാരന്റ്സ് മരിച്ചുപോയ, അതിലെനിക്കൊരു കുറ്റബോധം ഉണ്ടായിരുന്നു, കാരണം ഞാൻ ആ ധൃതി പിടിച്ച് അച്ഛനെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു, അതുകൊണ്ട് ആ കാർ ആക്സിഡന്റ് ആയ. എന്നിട്ട് അവള് വിഷമിക്കുമ്പോഴാണ് അവനും ഡോഹി നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും സംഭവങ്ങൾ നടക്കുന്നത്, എല്ലാം വിധിയ, നടക്കേണ്ടത് നടന്നിരിക്കും. എന്നിട്ട് ഇവൻ പറയുമ്പോഴാണ് അവളും എങ്കിൽ പിന്നെ ജിയോങ് നീ എന്റെ ഒരു ആഗ്രഹം സാധിച്ചിട്ടാവോ, നീ എപ്പോഴും എന്റെ കൂടെ തന്നെ കാണണം, എന്നെ വിട്ടയച്ചിട്ട് പോവല്ല്. എന്നിട്ട് അവൾ ചോദിക്കുമ്പോഴാണ് അവനും ശരി
ശരി എന്നാ ഞാൻ നിന്റെ ആഗ്രഹം സഹായിച്ചുതരാം. ഞാൻ ഒരിക്കലും നിന്നെ വിട്ടയച്ചിട്ട് പോകത്തില്ല എന്ന് അവൻ അവൾക്ക് പ്രോമിസ് ചെയ്യും. അതിനുശേഷം ഡോഹി വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ഇവളെ കാണാൻ വേണ്ടി സിയോക്കം വരുന്നത്. എനിക്ക് ഒട്ടും വിശ്വാസമില്ല, ഒരു ഡീമൻ അങ്ങനെ മനുഷ്യരെ രക്ഷിക്കുന്ന ആരായാലും വിശ്വസിക്കത്തില്ല, പിന്നെ എന്നെ പറയണം എന്നിട്ട് ഇവൻ ചോദിക്കുമ്പോഴാണ് അവളും എന്തായാലും നീ നേരിട്ട് കണ്ടല്ലേ, ജിയോങ് നല്ലവനാ, നമ്മളെ കഥ ബുക്കിനകത്ത് വായിക്കുന്ന ഡീമനെ പോലെ ഒന്നുമില്ല എന്നിട്ട് ഇവള് പറയുമ്പോഴാണ് അവന് ആശ്വാസപ്പെട്ടിട്ട് എന്തായാലും അത് നല്ലതായി. എന്നാലും എനിക്കൊരു സംശയം എന്താണെന്ന് വെച്ചാല് നിനക്ക് ചെയർമാൻ പോസ്റ്റ് വേണ്ടെന്നും പറഞ്ഞ് പിന്നെന്തിനാ കില്ലറിന്റെ പോലെയുള്ള ആള് നിന്നെ വീണ്ടും കൊല്ലാൻ നോക്കുന്നത്? എനിക്കതാ മനസ്സിലാവാത്ത. ഏതിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവളും ഒരേശ സിയോക് ആ വ്യക്തിക്ക് ആ പോസ്റ്റ് ആയിരിക്കത്തില്ല വേണ്ട, എന്നെ കൊല്ലാനായിരിക്കും ആഗ്രഹം, അതുകൊണ്ടായിരിക്കും വീണ്ടും എന്നെ കൊല്ലാൻ ട്രൈ ചെയ്ത. ഇത് ഇതോടെ അവസാനിക്കും തോന്നുന്നില്ല. പിന്നെ മാഡം ജോയുടെ മകൻ ഇവിടേക്ക് വന്ന് എന്റെ അടുത്ത് ബിസിനസ് ഡീൽ ചെയ്തിട്ട് പോയി. എന്തായാലും അദ്ദേഹം ഇത്ര നോർമലായിട്ട് ബിഹേവ് ചെയ്യത്തില്ല, മിക്കവാറും ഇതിന്റെ പുറകെ വല്ല പ്ലാൻ കാണും. ഏതിന് ഇവളെ സംശയപ്പെടുമ്പോഴാണ് സിയോക്ക് ഇതായി കേട്ടിട്ട് എങ്കിൽ പിന്നെ ഡോഹി ഞാൻ അയാളോട് പോയി സംസാരിക്കട്ടെ, നിനക്കറിയാലോ ഞാൻ ആരാന്ന്, നല്ല രീതിക്ക് സംസാരിച്ച് ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കളക്ട് ചെയ്യും. അതാണ് സിയോക്ക്. ഏതിന് അവന് ഡിന്നർ കഴിക്കാൻ വേണ്ടി ഡോക്യുവിന്റെ വീട്ടിലേക്ക് ചെല്ലും. ടെന്നീസ് കളിക്കാൻ പോയതാ, എന്തോ ഞാനാ ഒറ്റരടി ബാറ്റിന് വരെ എന്റെ കയ്യാ പോയ. എന്നിട്ട് അവന് ആക്സിഡന്റ് പോയ കൈ ടെന്നീസ് കളിച്ചാ പോയെന്ന് കള്ളം പറഞ്ഞോണ്ടിരിക്കും. അപ്പനാണ് ഇത് കേട്ട് ഡോക്യുവിന്റെ അച്ഛനും എന്നിട്ട് നീ വർക്ക് ചെയ്യുന്ന നിർത്തുന്നില്ലല്ലേ, ഫുൾ ടൈം കമ്പനിലാന്ന് പറഞ്ഞ് ഏതിന് അവരൊക്കെ ചിരിച്ച് സംസാരിക്കുമ്പോഴാണ് സിയോക്കും ചോദിക്കുന്നത് പിന്നെ ഡോക്യുങ് എന്ത് അവനെ കണ്ടില്ലല്ലേ. ഏതിന് അവനും ചോദിക്കുമ്പോഴത്തേന് അച്ഛനും പറയും ഡോക്യുങ് ബിസിനസ് ട്രിപ്പിന് പോയേക്കുക, എന്തോ പറ്റി, അവനെ കാണാൻ അത്രയ്ക്ക് ആഗ്രഹമാണോ? അല്ല ഞാൻ ചുമ്മാ ചോദിച്ചെന്നുള്ളു, അവനെ കണ്ടിട്ട് ഇപ്പൊ കുറെ ദിവസമായി. ഏതിന് ഇവരുടെ സംസാരിക്കുമ്പോഴാണ് ഡോക്യുങ്ങിനോർത്ത് അമ്മ വിഷമിച്ച് അവിടെ നിന്ന് പോകും. അപ്പനാണ് സിയോക്കും മിസ്റ്റർ മീൻ എങ്കിൽ പിന്നെ ഞാൻ നേരിട്ട് വിഷയത്തിലേക്ക് തന്നെ വരാം, ഞാൻ ഇവിടെ വന്നത് നിങ്ങളോട് ബിസിനസ് ചെയ്യാൻ താല്പര്യപ്പെടട്ട, ഞാനൊന്നും ഒത്തിരി ലേറ്റ് ആയില്ലല്ലോ. ഏതിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അയാളും ആക്ച്വലി ഞാൻ ഇന്ന് ബിസിനസ് ആയിട്ട് ഡോഹിയെ കാണാൻ പോയായിരുന്നു, ഞങ്ങളുടെ പ്രശ്നമെല്ലാം മറന്ന് ഞങ്ങൾ വീണ്ടും പഴയതുപോലെ ഫാമിലിയായി. എന്നാൽ അവൾക്ക് ഞങ്ങളോട് കുറച്ച് പ്രോബ്ലം ഉണ്ടെന്നാ തോന്നുന്നത്, പഴയതൊക്കെ ഇപ്പോഴും ഓർമ്മയെ കാണും. അതുകൊണ്ട് സിയോക്ക് പറ്റുമെങ്കിൽ എന്നെ കുറിച്ച് കുറച്ച് നല്ല രീതിക്ക് അവളോട് പറഞ്ഞേക്ക്. ഏതിന് ഡോക്യുമെന്റ് അച്ഛനും പറയുമ്പോഴാണ് ഇത് കേട്ട് അവനും ചിരിച്ചിട്ട് പിന്നല്ലാതെ ഞാൻ നല്ല രീതിക്ക് എല്ലാം പറയാം, നമ്മളൊക്കെ ഒരേ ഫാമിലി അല്ലേ. ഏതിന് അവന് ഡിന്നർ കഴിച്ചിട്ട് വാഷ് ചെയ്യാൻ വേണ്ടി പോകും. എന്നിട്ട് അവനും സസ്പീഷ്യസ് ആയിട്ട് ഇയാളുടെ വീട്ടിൽ വല്ല ഉണ്ടോന്ന് പറഞ്ഞ് ചെക്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവിടെ റൂമിനകത്ത് അവൻ എന്തോ കണ്ട് ഷോക്കാവും. സിയോക്ക് ബാത്റൂം ആകുന്നല്ല, അത് റൂമാ കേട്ടോ, അവിടെ നിന്ന് ഒഴിച്ചേക്കല്ലേ. ഏതിന് അയാൾ അടുത്തേക്ക് വരുമ്പോഴാണ് അവനും അല്ല ഈ റൂം തുറന്നടഞ്ഞ, അത് ഞാൻ ചുമ്മാ ഒന്ന് നോക്കിയ. ഏതിന് ഇവനും ക്ലോസ് ചെയ്തിട്ട് പുറത്തേക്ക് അങ്ങ് പോകും. അതിനുശേഷം അപ്പം തന്നെ അവൻ ഡോഹിയെ ഫോൺ വിളിച്ച് അവൻ അകത്ത് വെച്ച് കണ്ട കാര്യങ്ങളൊക്കെ പറയും. ഡോഹി ഇവിടെ എന്തോ ഫിഷ് ആയിട്ട് നടക്കുന്നുണ്ട്, ഡോക്യുങ്ങിന്റെ അച്ഛൻ പറഞ്ഞ് ഡോക്യുങ് ബിസിനസ് ട്രിപ്പിന് പോയേക്കുവാന്ന്, അയാൾ എന്തോ സത്യം നമ്മുടെ അടുത്ത് നിന്ന് മറച്ചു വയ്ക്കുന്നുണ്ട്, എന്തോ എന്നാ പിടികിട്ടാത്ത. കൂടാതെ അവിടെ റൂമിനകത്ത് ഞാൻ പച്ച കളറി ഡീം എന്ന പേരുള്ള ഒരു ബുക്ക് ഉണ്ടായിരുന്നു, എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് എന്തോ സംശയം തോന്നുന്നു. എന്നിട്ട് അവന് ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇതൊക്കെ CCTV വഴി ഡോക്യുങ്ങിന്റെ അച്ഛനെ കണ്ടോണ്ടിരിക്കും. ഓ അപ്പൊ നീ ആ ബുക്ക് ഉണ്ടല്ലേ, എങ്കിൽ പിന്നെ എല്ലാ കാര്യം നീ പകർത്തി. എന്നിനെ അവരൊക്കെ ഇദ്ദേഹത്തിനെ സംശയപ്പെടാതിരിക്കാൻ വേണ്ടി ഒരാളുടെ തലയിൽ എല്ലാം ഏൽപ്പിക്കാൻ വേണ്ടി പോകും. അതാരാന്ന് നോക്കിയ ഡോക്യുങ് ആണ്, കാരണം അവൻ ആക്സിഡന്റ് വെച്ച് മരിച്ചു കാണത്തില്ല, ആ കാർ കത്തി തുടങ്ങിയപ്പോ തന്നെ അവൻ അവിടെ നിറയും കാണും. അപ്പോഴാണ് അവനും അവന്റെ അച്ഛൻ വരുന്നിട്ട് എന്തോ അയച്ചാ ആ ഡോഹി മരിച്ചായിരുന്നു, ഇപ്പൊ നിങ്ങൾക്ക് എന്നെ വിശ്വാസമായില്ല എന്നിട്ട് ഇവൻ ചോദിക്കുമ്പോഴാണ് അച്ഛനും നീ തോറ്റുപോയാടാ, നിന്റെ വെറുതെ എനിക്ക് പ്രൂവ് ചെയ്തില്ല, അവള് ജീവനോട് ഇരിപ്പുണ്ട്, ഇനിയിപ്പൊ നീ അങ്ങ് സറണ്ടർ ആയേക്ക്, വേറെ വഴിയില്ല. എന്നിട്ട് അച്ഛൻ പറയുമ്പം അവനൊന്നും മനസ്സിലാവാതെ എന്തോ പറയാൻ വരുന്നത്, അതോ എന്റെ അമ്മയെ നീ പോയിസൺ കൊടുത്ത് കൊന്ന്, അതേപോലെ ഫാമിലി ആയിട്ട് നോക്കുന്ന ഡോഹിയെ നീ കാറിടിച്ച് കൊല്ലാൻ നോക്കി, പലതവണ നീ ആ കില്ലറിനോട് അവളെ കൊല്ലാൻ വേണ്ടി മെസ്സേജ് അയച്ചതും മൊത്തം പ്ലാനും ചെയ്തത് എന്നിങ്ങനെ നീ പോലീസിനോട് ചെന്ന് പറയണം, എല്ലാത്തിനും കാരണം നീയാന്ന് പറഞ്ഞ് മനസ്സിലായ. ഏതിന് അച്ഛൻ അവനെ പേടിപ്പിച്ചിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ കാണിക്കുകയാണ്. ആ ചീഫ് അസിസ്റ്റന്റും കൂടെ ആരായിരിക്കും കില്ലറിനെ പറയുള്ളെന്ന് പറഞ്ഞ് കൺഫ്യൂസ് ആയിരിക്കുമ്പോഴാണ് അവിടേക്ക് ഡോക്യുങ് വരുന്നത്. ഇത് കണ്ട് ഇവരുടെ അടുത്തേക്ക് ചെന്ന് മിസ്റ്റർ ഡോക്യുങ് നിങ്ങൾ എന്ത് ഇവിടെ ചെയ്യുന്നത്, എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ? ഇതിന് അവരുടെ ചോദിക്കുമ്പോഴാണ് അവനും പേടിച്ചോണ്ട് നിങ്ങൾ അന്വേഷിക്കുന്ന വ്യക്തി ഞാനാ കില്ലറിനെ പറയുള്ളത്, എന്റെ അമ്മൂമ്മയെ കൊന്നതും ഡോഹിയെ കൊല്ലാൻ നോക്കിയതും. ഏതിന് അവന് സെൽഫ് അറസ്റ്റ് ആവും. അതിനുശേഷം ഈ കാര്യം അറിഞ്ഞ് ജിയോങ്ങും ഡോഹിയും കൂടെ അവിടേക്ക് എത്തും. അപ്പോഴാണ് ഇവൾ അവനോട് ഡോക്യുങ് ഞാൻ നിന്നോട് അവസാനമായിട്ട് ചോദിക്കാം, നീ പറയുന്നതൊക്കെ സത്യമാണോ, നീയാണോ ആ കില്ലറിനെ പറഞ്ഞേച്ച് മാഡം ജോയെ കൊന്ന്? ഏതിന് ഇവൾ ചോദിക്കുമ്പോഴാണ് അവനും ഇല്ല ഞാനിന്ന് ആ കില്ലറിനെ പറഞ്ഞേച്ചില്ല. ഏതിന് അവൻ പറയുമ്പം അവളും ദേഷ്യത്തി എങ്കിൽ പിന്നെ നീയാണോ കൊന്ന്, സത്യം പറ. ഏതിന് അവൾ ചോദിക്കുമ്പോൾ അവനും ഞാനും അല്ല, ഞാൻ ജസ്റ്റ് എനിക്ക് വന്ന ഓർഡർ ഞാൻ ഫോളോ ചെയ്തേ ഉള്ളു. ഏതിന് അവനും പറയുമ്പം അവൾ ഇതിന്റെയൊക്കെ പുറകെ ആരെ ഉള്ളെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ഡോഹി ഇതിന്റെ എല്ലാം പുറകെ ഉള്ളത് ഒരു ഡെവില, ആ ഡെവിൽ എന്റെ ഉള്ളിലുള്ള അതെന്താണോ പറയുന്നത് അതൊക്കെ ഞാൻ ചെയ്യും. എന്നിട്ട് ഇവനും പറഞ്ഞോടെ അവള് വിഷമിച്ച് ദേഷ്യപ്പെടും. അപ്പൊ നീയാണ് മാഡം ജോയെ കൊന്ന്, സത്യം പറ. ഏതിന് അവനോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ജിയോങ് അടുത്തേക്ക് വന്നിട്ട് ഡോഹി ഇവനോട് ചോദിച്ചിട്ടൊന്നും കാര്യമില്ല. ഏതിന് ഇവൻ സമാധാനപ്പെടുത്തുമ്പോഴാണ് അവനും എടാ നീ എനിക്കൊരു ആഗ്രഹം സാധിച്ചു തരാമോ, ഈ ലോകം മൊത്തത്തിൽ കത്തിച്ച് കളയണം. ഏതിന് അവനൊരു സൈക്കോ പോലെ ബിഹേവ് ചെയ്തോണ്ടിരിക്കും. അതിനുശേഷം പോലീസും ഡോക്യുങ്ങിന്റെ അച്ഛനെ വിളിക്കുമ്പോഴാണ് അയാളും പറയുന്നത് എന്റെ മോൻ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് അറിയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഷോക്കാ, എന്തായാലും ഈ കാര്യം പുറത്താരും അറിയണ്ട, അത് ഞങ്ങളുടെ ഫാമിലിക്ക് തന്നെ ചീത്തപ്പേരാം, നിങ്ങളിത് പുറത്ത് പറയാത്തിന് താങ്ക്സ് ചീഫ്. ഏതിന് അച്ഛനും പറഞ്ഞിട്ട് ഫോൺ കിട്ടി കഴിയുമ്പോഴാണ് അമ്മ ഇതെല്ലാം കേട്ടിട്ട് എങ്കിൽ പിന്നെ അവൻ എപ്പോഴാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്, അവൻ വയ്യായിരിക്കുക, കുറെ സമയം അവന് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. ഏതിന് അമ്മ
അമ്മ വിഷമിക്കുമ്പോഴാണ് അച്ഛനും നിനക്കപ്പ തൊട്ട് അവനോട് ഇത്ര സ്നേഹം തോന്നിയ? അവൻ എന്റെ അമ്മയെ കൊന്നവനാ, നിനക്കറിയത്തില്ല? നമ്മുടെ മോൻ ഒരു കില്ലറാ. നീ പുറത്തെ ആരെങ്കിലും ചോദിക്കുവാണെ ആ ബിസിനസ് ട്രിപ്പ് ഒന്ന് പോയെന്ന് പറഞ്ഞാൽ മതി, വേറൊന്നും പറയല്ല. നമുക്ക് ജനിച്ചത് ഒരു മോൺസ്റ്റർ ആയിട്ടുള്ള പയ്യന, എന്ത് ചെയ്യാനാ? ഏതിന് അച്ഛൻ അമ്മയുടെ ഫ്രണ്ട് ആക്ട് ചെയ്തോണ്ടിരിക്കും, പക്ഷെ അമ്മയ്ക്കെല്ലാം സത്യം അറിയാം. ഏതിനിപ്പോ അടുത്ത ദിവസം ഡോഹിയും മൊത്തത്തിൽ അപ്സെറ്റ് ആയിരിക്കും. ഡൊക്യോങ്ങിന് മെന്റൽ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞ് അവൻ ചെയ്തിട്ടൊക്കെ ഇല്ലാതായി പോവോ? ഏതിന് അവൾ ചോദിക്കുമ്പോഴാണ് സിയോക്കും ഡോഹി ഒരേശ അവന് മെന്റലി പ്രോബ്ലം ഉണ്ടെന്ന് തെളിയിച്ച അവന് നേരെ ട്രീറ്റ്മെന്റ് കൊണ്ടുപോകും. നിനക്ക് അവനെ കണ്ടപ്പോ എങ്ങനെ തോന്നി? അവൻ രക്ഷപ്പെടാൻ വേണ്ടി ചുമ്മാ ആക്ട് ചെയ്ത പോലെയാണ് തോന്നുന്നത് നിനക്ക്? ഏതിന് ഇവൻ ചോദിക്കുമ്പോഴാണ് ജിയോങ്ങും അല്ല, അവന് സത്യത്തിൽ മെന്റലി പ്രോബ്ലം ഉണ്ട്, എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റി. ഏതിന് ഇവര് മൂന്നുപേരും കൂടെ സംസാരിച്ചോണ്ടിരിക്കും. അതിനുശേഷം ജിയോങ്ങും പുറത്തേക്ക് പോകുമ്പോഴാണ് സിയോക്കും പറയാൻ എന്നിട്ട് നമുക്ക് പുറത്തേക്ക് പോയി സംസാരിക്കാന്ന് പറയും. അതിനുശേഷം ഇവരുടെ ഡ്രിങ്ക് ചെയ്തോണ്ടിരിക്കും. ജിയോങ്, നിനക്ക് സത്യത്തിൽ ഡോഹി ഇഷ്ടമാണോ? ഏതിന് സിയോക്ക് ചോദിക്കുമ്പോഴാണ് അവനും ഓ, ഞാൻ സത്യം പറഞ്ഞാലും നീ അത് വിശ്വസിക്കോ? കാരണം ഡീമണാന്ന് നീ പറഞ്ഞു കാണുമല്ലോ. ഏതിന് ഇവൻ കളിയാക്കുമ്പോഴാണ് സിയോക്കും പറയുന്നത് ആ, ഞാൻ മാക്സിമം നിന്നെ വിശ്വസിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഏതിന് ഇവനും പറയുമ്പോഴാണ് ജിയോങ്ങും എങ്കിൽ പിന്നെ എന്റെ മനസ്സിലുള്ള എന്താന്ന് വെച്ചാൽ പറയാം. സാധാരണ എനിക്ക് മനുഷ്യരൊന്നും ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ ഡോഹിയെ ഇഷ്ടപ്പെട്ടതിന് ശേഷം ഞാൻ മനുഷ്യരൊക്കെ ഇഷ്ടപ്പെടാൻ തുടങ്ങി, നിന്നെ ഒഴിച്ച്. ഏതിന് അവനും പറയുമ്പോഴാണ് സിയോക്കും ചിരിച്ചിട്ട് ആ, അത് ഏത് രീതിയിലാണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. ഏതിന് അവരുടെ കൂടെ സംസാരിച്ചോണ്ടിരിക്കും. അതേസമയം യങ്സിയും അവൾ പോയിസൺ കൊടുത്ത് ഡോഹിയെ കൊല്ലാൻ പറഞ്ഞ തെറ്റാന്ന് മനസ്സിലായി അവളോട് സോറി അയക്കാൻ വേണ്ടി വരും. അപ്പോഴാണ് ഇത് മനസ്സിലാക്കി ഡോഹി അവൾ എന്തിനാ വന്നെന്ന് ചോദിക്കുമ്പോൾ അവളും പറയും ഡോഹി, ഞാൻ നിന്നോട് സോറി അയക്കാനല്ല വന്ന്, ഞാൻ ചുമ്മാ ഒന്ന് സംസാരിച്ചിട്ട് പോകാനാ വന്ന്. കൺഗ്രാജുലേഷൻ, നീ വീണ്ടും നിന്റെ നോർമൽ ലൈഫ് വന്നല്ല, ആ കില്ലറിനെ കണ്ടെത്തി ഞാൻ അറിഞ്ഞായിരുന്നു. ഏതിന് അവളും ഡോഹിക്ക് ഡ്രിങ്ക് ഒഴിച്ചു കൊടുക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവളും ചിരിച്ചിട്ട് യങ്സി, നിനക്ക് ഇതൊരു മാറ്റവും ഇല്ലല്ലോ. ഏതിന് അവരുടെ ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് സിയോക്കും ഡോഹി കല്യാണം കഴിച്ചത് ഒരു സാധാരണ മനുഷ്യനൊന്നുമില്ല, ഒരു ഡീമണയാണ്. അതിലെനിക്ക് പേടിയുണ്ടെങ്കിലും എനിക്ക് സമാധാനമുണ്ട്, ഒരു പവറുള്ള നല്ല വ്യക്തി അവളുടെ കൂടെ ഉള്ളതുണ്ട്. ഏതിന് ഇവൻ പറയുമ്പോഴാണ് ജിയോങ് സന്തോഷെത്തി എങ്കിൽ പിന്നെ ഇനി തൊട്ട് അവളെ കുറിച്ച് നീ വിഷമിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. അതുകൊണ്ട് ഇനി നീ അവളുടെ പുറകെ വരത്തില്ലല്ലോ, എനിക്ക് ഇതിന്റെ മേലെ കാണണ്ട. ഏതിന് ജിയോങ് പറയുമ്പോഴാണ് അവനും സോറി, എനിക്ക് വരാതിരിക്കാനും പറ്റത്തില്ല, എനിക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം സത്യത്തിൽ നീ നല്ല ഡീമൻ ആണോ അല്ലെ എന്തായാലും പ്ലാനൊക്കെ ഉണ്ടെന്ന് ഓർമ്മ വെച്ചോണം, ഞാൻ എപ്പോഴും നിന്നെ തന്നെ നോക്കുന്നുണ്ട്. ഏതിന് ഇവനും പറയുമ്പോഴാണ് ഇത് കേട്ട അവനും സത്യം പറഞ്ഞല്ലേ സിയോക്ക്, ഇനി നിന്നെ കണ്ടാൽ തന്നെ പേടിയാണ്, നീ സംസാരിക്കുന്നതൊക്കെ എന്നെ പേടിപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു, എത്രയ്ക്ക് ടെററാന്നറിയാ, സ്വപ്നത്തിലൊക്കെ നീ പറഞ്ഞേക്ക് വരുന്നറാ. ഏതിന് ഇവൻ പറയുമ്പോഴാണ് സിയോക്കും ഡാ, ബഹുമാനം ബഹുമാനം, ഞാൻ നിന്നേക്കാളും സീനിയറാ, പ്രായത്തിലല്ലെങ്കിലും ഫാമിലി മാറ്ററി. ഏതിന് ഇവരുടെയും കൂടെ ഫ്രണ്ട്സ് ആവും. അതേപോലെ ഡോഹി യങ്സിയും കൂടെ ഫ്രണ്ട്സ് ആയിട്ട് അവസാനം യങ്സിയും ഞാൻ സോറി പറയാനല്ല വന്നേന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. അങ്ങനെ രാത്രി ജിയോങ്ങും സിയോക്കിനെ കൊണ്ടുവന്ന് അവന്റെ വീട്ടിലാക്കുമ്പോഴാണ് അവനും ബോധമില്ലാതെ എടാ ജിയോങ്, ഡോഹിയെ നീ വേദനിപ്പിച്ച ഞാൻ പള്ളിയിൽ അച്ഛനെ വിളിച്ചോണ്ടൊന്ന് നിന്നെ ഇല്ലാതാക്കുവാടാ, ഓർമ്മ വെച്ചോ. അങ്ങനെ ആരും വന്നില്ലെങ്കിൽ ഞാൻ തന്നെ പ്രാർത്ഥിച്ച് നിന്നെ ഇല്ലാതാക്കും. ഏതിന് ഇവനും പറയുമ്പോഴാണ് ഇത് കേട്ട് ജിയോങ്ങും ഓ, ഡ്രിങ്ക് ചെയ്ത ഡോഹിയുടെ ഫാമിലി മൊത്തത്തിൽ ഭ്രാന്താണല്ലോ, നീ ഒന്നും വിഷമിക്കണ്ട, എന്ത് റിസ്ക് ആയാലും ഞാൻ അവൾ ഹാപ്പി ആയിട്ട് നോക്കിക്കോളാം. എങ്കിൽ പിന്നെ നീ വാക്ക് പാലിച്ചോ, അതല്ലെങ്കിൽ ഞാൻ അതിന്റെ നരകത്തി വന്ന് കൊല്ലോടെ പട്ടി. ഏതിന് അവനും പറഞ്ഞിട്ട് ഉറങ്ങുമ്പോഴാണ് ജിയോങ്ങും അവന്റെ കൈ ഒടിഞ്ഞിരിക്കുന്നുണ്ട്, അത് അവൻ ഗുണപ്പെടുത്താൻ തീരുമാനിക്കും. അതിനുശേഷം അവന് നേരെ വീട്ടിലേക്ക് വരുമ്പോഴാണ് ഡോഹി ഇവനെ കണ്ട് പേടിച്ചിട്ട് എന്റെ പൊന്നോ, ഞാൻ മൊത്തത്തിൽ പേടിച്ചുപോയി. എന്തിനാ പേടിക്കുന്നത്, ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ പവർ യൂസ് തരും, ഡോർ തുറന്ന് നടന്നൊക്കെ വരുന്ന കുറച്ച് റിസ്ക് ആണ്. പിന്നെ നിനക്ക് സങ്കടപ്പെട്ട ഒരു കാര്യമുണ്ട്, ആ സിയോക്ക് എന്നെ ഓർത്തല്ല ജലസായ, നിന്നെ ഓർത്ത ജലസായ, ചെറുക്കൻ എന്നോട് ഒത്തിരി സ്നേഹമുണ്ട്. ഏതിന് ഇവനും പറയുമ്പം അവൾക്കും ചിരി വരും. അപ്പോഴാണ് അവനടുത്തേക്ക് വന്നിട്ട് ഇതെന്തോ കള്ളച്ചിരിയാണല്ലേ, നീ ഡ്രിങ്ക് ചെയ്തോ, ആൽക്കഹോളിന്റെ സ്മെല്ലൊക്കെ അടിക്കുന്നല്ലേ. ഏതിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവളും ഞാനിന്ന് ഡ്രിങ്ക് ചെയ്തില്ല, നീ ഡ്രിങ്ക് ചെയ്തോ, ഞാൻ പോയി ചായ എടുത്തിട്ട് തരാം. ഏതിന് അവൾ പോകുമ്പോഴാണ് അവനും ഞാൻ ഡ്രിങ്ക് ഒന്നും ചെയ്തില്ലല്ലേ, മൊത്തം സിയോക്ക് അടിച്ചാരി കുടിച്ച്, ഇനിയിപ്പോ ഈ സോക്സിന്റെ വാടായിരിക്കും അവള് പറഞ്ഞു. ഏതിന് അവനും പറയുന്ന അതേസമയം സിയോക്ക് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വെക്കുമ്പോൾ അവന്റെ കൈക്കകത്ത് അവനിങ്ങനെ എഴുതി വെച്ചേക്കും എടാ, ഇതെന്റെ ഒരു ഗിഫ്റ്റാ, ഓപ്പൺ ചെയ്ത് നോക്കിക്കോ, ഒരു കുഴപ്പമില്ല. ഏതിന് അവൻ പറഞ്ഞിട്ട് ഇവനത് റിമൂവ് ചെയ്യുമ്പോൾ അവന്റെ കൈക്ക് ഒരു കുഴപ്പമില്ല. അങ്ങനെ ഇതോർത്ത് അവനെ സന്തോഷപ്പെടും. അതിനുശേഷം അന്ന് രാത്രി ഇവരുടെ കടന്നുറങ്ങുമ്പോഴാണ് വീണ്ടും ജിയോങ്ങിന് സ്വപ്നം വരുന്നത്. ആ പെണ്ണ് വാളും കൊണ്ട് ഡാൻസ് കളിക്കുന്ന പോലെ, അതിന്റെ കൂടെ തന്നെ ദൈവവും അത് അവന് വേദനയുള്ള കാര്യമായതുകൊണ്ട് മനഃപൂർവ്വം മറന്നുപോയതാന്ന് പറഞ്ഞാണ്. അങ്ങനെ ഇതൊക്കെ ഓർത്ത് നോക്കിക്കൊണ്ട് അവനും കടന്നുറങ്ങുമ്പോഴാണ് പെട്ടെന്ന് അവനും ആ പെണ്ണിന്റെ ഫേസ് തെളിഞ്ഞു വരുന്നത്. അത് ആരാ നോക്കുമ്പോൾ നമ്മളെ ഡോഹി. അതിനുശേഷം അടുത്ത സെക്കൻഡ് തന്നെ ജിയോങ് വാൾ എടുത്തോണ്ട് ഡോഹിയെ വെട്ടി കൊല്ലുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതോടെ അവനും പേടിച്ച് കണ്ണുറക്കുമ്പോൾ രാവിലെ ആകും. അതിനുശേഷം അവനൊന്നും മനസ്സിലാവാതെ അടുത്ത് ഡോഹിയെ നോക്കിയിട്ട് സ്വപ്നത്തിൽ കണ്ടുപോലെ പാസ്റ്റ് ഇവൻ ഡോഹിയെ കൊന്നോന്നോർത്ത് പേടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ആ ഒരു സീനോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്നു. പാസ്റ്റ് എന്തായിരിക്കും സംഭവിച്ചെന്ന് നമുക്ക് ഇനി വരാൻ വന്ന എപ്പിസോഡ് കണ്ടറിയാം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. They say that I'm on the road, maybe I just lost control. Good nights keep on taking tolls, find me on my own. They say that I'm on the road, maybe I just lost control. Good nights keep on taking tolls, find me